എല്ലാവർക്കും നമസ്കാരം. ഹലോ ഡെലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് എവരിവൺ ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഹലോ ഡെലെ, പവർഡ് ബൈ ഡെയിലി ഡിലൈറ്റ് ആൻഡ് മൈൽഡ് ഫുഡ് പ്രൊഡക്ട്സ്. പ്രകൃതി ഭംഗി പലതരത്തിലുണ്ട് അല്ലേ? പലതരത്തിലുള്ള പ്രകൃതി ഭംഗിയുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയണമെങ്കിൽ അയർലൻഡിൽ നിന്നറിയണം. ഇവിടുത്തെ പ്രകൃതി ഭംഗി സീസൺ ടു സീസൺ ചേഞ്ച് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഉപരി അതിൻ്റെ ആ വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത രൂപങ്ങളും നമ്മൾ നേരിൽ കണ്ടറിയുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റൊരിടത്തേക്കുമല്ല, അയർലൻഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൗണ്ടീസ്, ഗോൾവേ എന്ന് പറയുന്ന കൗണ്ടിയിലെ കോണമാര എന്ന് പറയുന്ന റീജിയൻ വേൾഡ് ടൂറിസ്റ്റ് മാപ്പിൽ ഇടം നേടിയിരിക്കുന്ന സ്ഥലമാണിത്. So let's go and view and enjoy the beautiful visions and also മറക്കണ്ട, ഇവിടെയുമുണ്ട് കഥകൾ. So let's enjoy. സ്വർഗം താണിറങ്ങിയ ഒരു നാടും ദൈവത്തിൻ്റെ മണമുള്ള വഴികളും പ്രാർത്ഥനയോളം ശാന്തമായി ഒഴുകുന്ന പുഴകളും അതിൻ്റെ കൈവഴികളിൽ കൈചേർത്ത് പൂവിട്ട് നിൽക്കുന്ന ഒരു പച്ചപ്പും. കോണമാര എന്ന സൗന്ദര്യത്തെക്കുറിച്ച് പറയാൻ പലപ്പോഴും വാക്കുകൾ അറിയാതെ പോകുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. കടലിനെ നോക്കി നിൽക്കുന്ന ഒരു സായം സന്ധ്യയിൽ അങ്ങ് ദൂരെ തെളിയുന്ന ഒരു വിളക്കുമാടം, പൂനിലാവ് പൊഴിച്ചു നിൽക്കുന്ന പാൽചന്ദ്രിക, പുതുമഴ വീണ് പുളകം കൊണ്ടു നിൽക്കുന്ന പുതുമണ്ണിൻ്റെ മണം, പൂമരത്തണലിൽ ഇരിക്കുമ്പോൾ പൂങ്കാറ്റേറ്റ് വീഴുന്ന ഒരു കുഞ്ഞു പൂവിൻ്റെ സുഗന്ധം, മയിൽപ്പീലിക്കും മഞ്ചാടിക്കുരുവിനുമൊപ്പം ഹൃദയത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന കാക്കത്തൊള്ളായിരം സ്വപ്നങ്ങൾ. എത്രയെത്ര തിരക്കുകൾക്കിടയിലും ഓരോരുത്തരും ഒന്ന് കണ്ണടച്ച് ആസ്വദിക്കുന്ന സ്വകാര്യ സന്തോഷങ്ങളാണിതൊക്കെ. അതുപോലെ കൊതിയോടെ ചേർത്ത് വയ്ക്കാൻ തോന്നുന്ന ഒരു നാടുണ്ട് ഇവിടെ അയർലൻഡിൽ. അയർലൻഡിലെ ഏറ്റവും സുന്ദരമായ ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് കോണമാര എന്ന ഒറ്റ ഉത്തരമേയുള്ളൂ. നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന പുൽപ്പരപ്പുകൾ, ആകാശത്തിൻ്റെ അതിര് കാത്തു നിൽക്കുന്ന മലമേടുകൾ, അതിൻ്റെ അടിവാരങ്ങൾ, പേരറിയാത്ത പൂക്കൾ പൂത്തു നിൽക്കുന്ന താഴ്വരകൾ, വെള്ളിക്കുലുസിൻ്റെ ഭംഗിയിലും ശബ്ദത്തിലും മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാലുകൾ, പിന്നെ കൈവഴികളായി ഒഴുകി ഒഴുകി മുഴുവൻ പച്ചപ്പിനെയും നനച്ച് ഒരു കുഞ്ഞു പുഴ. ഈ പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്വരകള്, തടാകം, കുന്നിൻ ചെരുവ്, വലിയ മലകള്, പച്ചപ്പ്, ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങള്, ഇവയെല്ലാം ഈ പ്രകൃതിയിൽ എന്തെല്ലാം ഭംഗിയുണ്ടോ അതെല്ലാം കണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഭൂമിയുടെ മുഴുവൻ സൗന്ദര്യത്തെയും കോരിയെടുത്ത് കൈക്കുമ്പിളിൽ പിടിച്ചിരിക്കുന്ന എണ്ണമറ്റ തടാകങ്ങൾ, ഇതിനൊക്കെയും ചെന്ന് ചേരാനുള്ള ശാന്തമായ കടൽപ്പരപ്പുകൾ. വന്യതയ്ക്ക് ഇത്രയേറെ സൗന്ദര്യമുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അറ്റ്ലാന്റിക് സമുദ്രം. അങ്ങനെ പറഞ്ഞാലും കൊതി തീരാത്ത വിശേഷങ്ങളുടെ ആകത്തുകയാണ് കോണമാര. ഇവിടേക്ക് വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ഭൂമിയിൽ അവർ കണ്ട ഏറ്റവും സുന്ദരമായ ഇടങ്ങളിൽ ഒന്ന് കോണമാര ആയിരിക്കും. ഈ കോണമാരായും പ്രദേശങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അയർലൻഡിലെ ഗോൾവേ എന്ന് പറയുന്ന കൗണ്ടിയിലാണ്. ആ കൗണ്ടിയിലെ ഇപ്പൊ ഈ യാത്രക്കിടയിൽ ഞാനിരിക്കുന്ന ഒരു ചെറിയൊരു വില്ലേജ്, ക്ലിഫ്ഡൺ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു സ്ഥലം, ഒരു കുഞ്ഞു വില്ലേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രാമം എന്ന് പറയാനായിട്ട് കുഞ്ഞൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. പക്ഷേ അയർലൻഡിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ ആധുനികതയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ വില്ലേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്. കാരണം
പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ്. പല തരത്തിലുള്ള കളറുകളൊക്കെ പെയിന്റിങ് ചെയ്ത് വളരെ മനോഹരമായി അവരതിൻ്റെ ചുറ്റുവട്ടങ്ങളെല്ലാം വളരെ വൃത്തിയായി. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തിയാണ്. അതായത് ഒരു പേപ്പറിന്റെ കഷ്ണം പോലും വെറുതെ ഇവിടെ കിടപ്പില്ല. ആ മനോഹരമായ ഇപ്പം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഭിത്തികളെല്ലാം ഡിഫറെന്റ് കളർ പെയിന്റിങ്ങുകളൊക്കെ ആയിട്ട് ഒരു വളരെ വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ്. അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല. നിങ്ങൾ ഇവിടെ ഒരു ടൂറിന് വന്നിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു പിക്ചർ ഏത് സമയത്തും ഇതിനോട് സാമ്യമായ ഒരു കാര്യം എന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടി വരും. അപ്പോൾ ഇനി അയർലൻഡിലേക്ക് ഒരു യാത്ര ഉണ്ടെങ്കിൽ ഒരിക്കലും ഗോൾവേ കൗണ്ടിയിലെ കോണമര പ്രദേശങ്ങൾ മറക്കരുത്. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. പണ്ട് കോണമാര ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ന് കാണുന്ന പുഴകളും തടാകങ്ങളും ഇവിടെ ഇല്ലായിരുന്നു. എങ്കിലും സ്വർഗത്തോളം പോന്ന സൗന്ദര്യമായിരുന്നു കോണമാരയ്ക്ക്. ആ കഥയ്ക്ക് ഭൂമിയോളം തന്നെ പഴക്കമുണ്ട്. സ്വർഗത്തെക്കാൾ സുന്ദരമായിരുന്നത് കൊണ്ടാവണം അന്ന് ഇവിടെ മനുഷ്യർക്ക് പകരം ദേവതകളായിരുന്നു താമസമാക്കിയിരുന്നത്. മനുഷ്യർക്ക് എത്തിപ്പെടാത്ത വിധം ഏതോ മാന്ത്രികതയിൽ ഈ ഇടത്തിനെ അവർ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവർക്ക് ആടാനും പാടാനുമായി ഇവിടം എന്നും അണിഞ്ഞൊരുങ്ങി നിന്നിരുന്നു. ഗന്ധർവയാമങ്ങളിൽ ദേവന്മാർക്കായി മാത്രം അതിൻ്റെ വാതിലുകൾ തുറന്നുവരും. ഋതുഭേദങ്ങൾ അറിയാതെ ആയിരക്കണക്കിന് വർഷങ്ങൾ അവർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ ആ ശാപം അവരെയും പിടികൂടി. ദേവന്മാർ ഇവിടേക്ക് വരാതെയായി. അവരുടെ ദിവ്യ പ്രണയത്തിന് ഭംഗം വന്നു. ശാപമോക്ഷത്തിനായി കൊഴിഞ്ഞു വീഴുന്ന ഓരോ ഗന്ധർവയാമത്തെയും സാക്ഷിയാക്കി നൂറ്റാണ്ടുകൾ അവർ കാത്തിരുന്നു. എന്നാൽ ദേവന്മാർ പിന്നീട് ഒരിക്കലും ഇവിടേക്ക് വന്നിട്ടില്ല. അവരുടെ പ്രണയത്തിന് ഒരു സത്യമുണ്ടായിരുന്നത് കൊണ്ടാവണം ഇക്കാലമത്രയും അവർ കണ്ണീരോടെ കാത്തിരുന്നത്. ആ കാത്തിരിപ്പിന്റെ കണ്ണുനീരാണ് കോണമാരയിലെ എണ്ണമറ്റ തടാകങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അവരുടെ കണ്ണുനീരിന്റെ ഉപ്പ് ഇന്നും ആ വെള്ളത്തിലുണ്ട്.